ഒരു ബന്ധത്തിൽ പ്രശ്നങ്ങളുണ്ടാകാം, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം. പക്ഷെ നിസ്സാര തർക്കങ്ങളുടെ പേരിൽ ജീവിതം അവസാനിപ്പിക്കുന്നത് പ്രശ്നപരിഹാരമാണോ? ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് സ്വപ്നം കണ്ടിരുന്ന അമലും അനുശ്രീയും. എന്നാൽ മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ ഇരുവരും ജീവിതം അവസാനിപ്പിക്കുമ്പോൾ ഇവിടെ ഉയരുന്നത് ഒരുപാട് ചോദ്യങ്ങളാണ്. കാസർഗോഡ് വിവാഹത്തിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പ്രതിശ്രുത വധുവും പിന്നാലെ വരനും ജീവനൊടുക്കിയ സംഭവം രണ്ട് കുടുംബങ്ങളെയാണ് കണ്ണീരിലാഴ്ത്തിയത്. മരിക്കുന്നതിന് മുൻപ് ഇവർ വീഡിയോ കോൾ ചെയ്തതായി വ്യക്തമായിട്ടുണ്ട്. എന്നാൽ എന്താണ് ആത്മഹത്യ കാരണമെന്ന് കണ്ടെത്താനുള്ള അന്വേഷണത്തിലാണ് പോലീസ്. അതിനായി രണ്ടുപേരുടെയും ഫോൺ പരിശോധിക്കാനാണ് തീരുമാനം. പ്രതിശ്രുത വധൂവരന്മാർ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. ഇരുവരുടെയും മൊബൈൽ ഫോൺ പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്ന് പോലീസ് അറിയിച്ചു. പള്ളിക്കര പൂച്ചക്കാട്ടെ പി അനുശ്രീ, ഇരിട്ടി വിളമന അമ്പലത്തട്ടിലെ വി അമൽ എന്നിവരാണ് മരിച്ചത്. അനുശ്രീയെ ഹുൻസൂറിലെ താമസ സ്ഥലത്തും അമലിനെ എറണാകുളത്തെ ഹോട്ടൽ മുറിയിലുമാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ബുധനാഴ്ച രാവിലെ മണിക്കൂറുകളുടെ വ്യത്യാസത്തിലാണ് ഇരുവരും ജീവനൊടുക്കിയത്. അനുശ്രീ ഹുൻസൂരിലും അമൽ എറണാകുളത്തും സ്റ്റേറ്റ് ബാങ്ക് ഉദ്യോഗസ്ഥരാണ്. 2 മാസം മുമ്പ് വിവാഹ നിശ്ചയം കഴിഞ്ഞ ഇരുവരുടെയും വിവാഹം ഡിസംബർ 26-ന് നടക്കാനിരിക്കുകയായിരുന്നു. ചൊവ്വാഴ്ച രാത്രി അമൽ ഫോണിൽ സംസാരിച്ചിരുന്നതായി സഹോദരി വിളിച്ചപ്പോൾ അനുശ്രീ പറഞ്ഞിരുന്നു. ബുധനാഴ്ച രാവിലെ വീട്ടുകാർ പലതവണ വിളിച്ചിട്ടും അനുശ്രീ ഫോണെടുക്കാത്തതിനെ തുടർന്ന് അയൽവാസികളെ വിളിച്ചു പറഞ്ഞു. ഇവർ ചെന്ന് നോക്കിയപ്പോഴാണ് അനുശ്രീയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. അനുശ്രീ മരിച്ചതറിഞ്ഞ അമൽ രാവിലെ 8:45-ന് എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷന് സമീപത്തെ ലോഡ്ജിൽ മുറിയെടുത്ത ശേഷം തന്റെ ലൊക്കേഷൻ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുത്തു. ഫോൺ വിളിച്ചപ്പോൾ എടുക്കാത്തതിനെ തുടർന്ന് സുഹൃത്തുക്കൾ ലോഡ്ജിൽ അന്വേഷിച്ചെത്തിയപ്പോഴാണ് അമലിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. മരിക്കുന്നതിന് മുമ്പ് ഇവർ വീഡിയോ കോൾ ചെയ്തതായി വ്യക്തമായിട്ടുണ്ട്. അതിൽ എന്താണ് പ്രശ്നം നടന്നതെന്ന് വ്യക്തമല്ല. ഇത് കണ്ടെത്താനാണ് പോലീസിന്റെ ശ്രമം. ഹുൻസൂർ പോലീസ് ഇൻക്വസ്റ്റ് നടത്തിയ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. എറണാകുളം നോർത്ത് പോലീസ് ഇൻക്വസ്റ്റ് നടത്തിയ ശേഷം അമലിന്റെ മൃതദേഹം ജനറൽ ആശുപത്രി മോർച്ചറിയിൽ പോസ്റ്റ്മോർട്ടം നടന്നു. ന്യൂസ് 18 കാസർഗോഡ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.